പീറ്റർ ടേർണർ എന്ന് പറയുന്നൊരു നരവംശ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരാശയമാണ് ലിമിനാലിറ്റി എന്ന് പറഞ്ഞാൽ പടിവാതിൽക്കൽ നിൽക്കുന്ന അനുഭവം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മൾ ഒരു വീടിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്താണോ എന്ന് ചോദിച്ചാൽ പുറത്തല്ല, അകത്താണോ എന്ന് ചോദിച്ചാൽ അകത്തുമല്ല. ഈ പുറത്തും അകത്തുമല്ലാതെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ലിമിനാലിറ്റി എന്ന് പറയുന്നത്. അത്തരം അവസ്ഥയുടെ പ്രത്യേകത വളരെ അൺസേർട്ടൺ ആയിട്ടുള്ളൊരു മനസ്സായിരിക്കും അവിടെ നിൽക്കുന്ന ആളുടേത് എന്നുള്ളതാണ്. അകത്തും പുറത്തുമല്ലാതെ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ, അകത്തേക്ക് കയറണോ പുറത്തേക്ക് ഇറങ്ങി പോകണോ എന്നൊക്കെയുള്ള സാഹചര്യം മനസ്സിൽ സൃഷ്ടിക്കുന്ന അൺസർട്ടനിറ്റി ഉണ്ട്, ഒരു ഉറപ്പില്ലായ്മയുണ്ട്. അത്തരം അവസ്ഥകളിലാണ് പുറത്തു നിൽക്കുന്നവരുടെ ശബ്ദമാണ് കൂടുതൽ ഉറക്കെ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ, കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ടാണ് സാധ്യത. അകത്ത് നിൽക്കുന്നവരുടെ ശബ്ദമാണ് കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ എങ്കിൽ അകത്തേക്ക് പ്രവേശിക്കാനായിട്ടാണ് സാധ്യത. ഈ പഴയ ഒരു സ്വത്വത്തിൽ നിന്ന് പുതിയ ഒരു സ്വത്വത്തിലേക്ക്, ഐഡൻറ്റിറ്റിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നിൽക്കുന്ന മനുഷ്യരൊക്കെ അനുഭവിക്കുന്ന ഒരു അൺസർട്ടനിറ്റിയാണിത്. ചില പഴയ ശീലങ്ങൾ മാറ്റാനായിട്ട് ശ്രമിച്ച് അതിനുള്ള ശ്രമം തുടരുന്നു. പഴയ ശീലങ്ങളിൽ നിന്ന് മാറിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, അതിൻ്റെ വിടുതലിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല. പുതിയ ശീലങ്ങൾ ഒരു ശീലമായിട്ട് മാറിയോ എന്ന് ചോദിച്ചാൽ അതും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ നമുക്കറിയാം. പ്രലോഭനങ്ങളുണ്ടാകാം, വീണ്ടും പഴയതിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന ആളുകളും അവസ്ഥകളും ഉണ്ടാകാം. അതാണ് കൂടുതൽ ശക്തം എന്നുണ്ടെങ്കിൽ ആള് തുടങ്ങി വെച്ചെങ്കിലും അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ ഈ ലിമിനൽ സ്റ്റേറ്റിൽ പടിവാതിൽക്കൽ നിൽക്കുന്ന, പുതിയതിലേക്ക് കടക്കാനായിട്ടുള്ള പടിവാതിൽക്കൽ നിൽക്കുന്ന മനുഷ്യൻ വീണ്ടും പഴയതിലേക്ക് തിരികെ പോകും. നേരെ മറിച്ച് ആ വ്യക്തിയെ കൂടെ നടക്കാനായിട്ട്, അക്കമ്പനി ചെയ്യാനായിട്ട് ആളുകളുണ്ട്. ആളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്, പുതിയ നല്ല ശീലങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആളുകളുണ്ട് എന്ന് വരികിൽ ആ പടിവാതിൽക്ക് നിൽക്കുന്ന മനുഷ്യൻ പതുക്കെ പതുക്കെ പുതിയ ശീലങ്ങളിൽ അടിയുറച്ച ഒരു മനുഷ്യനായിട്ട് മാറും. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കുഷ്ഠരോഗിയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. ആ മനുഷ്യന് വലിയ ആഗ്രഹമാണ്, തൻ്റെ രോഗം മാറണം, കുഷ്ഠം മാറണം. ഈശോ മുമ്പിൽ നിൽക്കുന്നുണ്ട്, പടിവാതിൽക്കലേക്ക് കടന്നു നിൽക്കുന്നൊരു മനുഷ്യനെ പോലെയാണ് ഇയാൾ. വലിയ പ്രത്യാശയാണ്, പുതിയൊരു ഐഡൻറ്റിറ്റി കിട്ടും എന്നുള്ള പ്രത്യാശ. എന്നാൽ ആ പഴയ ഐഡൻറ്റിറ്റി, കുഷ്ഠരോഗി എന്നുള്ള, അശുദ്ധനായിട്ടുള്ളവൻ എന്നുള്ള ഐഡൻറ്റിറ്റി മാറിയിട്ടില്ല. അത്തരം അവസ്ഥകളിലാണ് മറ്റൊരാളുടെ ഇടപെടൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഈശോ അവനെ തള്ളിക്കളയുന്നില്ല, അവനെ തൊട്ട് അവനെ സുഖപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് പടിവാതിൽക്കൽ നിൽക്കുന്ന മനുഷ്യൻ കടക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ജീവിതത്തിലെ ഈ ലിമിനൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന മനുഷ്യരായിരിക്കും, പടിവാതിൽക്കൽ നിൽക്കുന്ന മനുഷ്യരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു നോട്ടം, നമ്മുടെ ഒരു പെരുമാറ്റം, ഇത് ആ മനുഷ്യനെ അകത്തേക്ക് കടക്കണോ അതോ വീണ്ടും പഴയതിലേക്ക് പുറത്തേക്ക് പോകണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായിട്ട് മാറും. നമ്മൾ പോലും വിചാരിക്കില്ല എൻ്റെ ഈ വാക്കിന് ഇത്രയേറെ പ്രാധാന്യമുണ്ടായിരുന്നു, ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കില്ല. പല മനുഷ്യരും, നമ്മുടെ മുന്നിൽ വരുന്ന പല മനുഷ്യരും, ഈവൻ നമ്മുടെ കുടുംബങ്ങളിൽ പോലുമുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും ആയിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഈ ലിമിനൽ സ്റ്റേറ്റിൻ്റേതാണ്, പടിവാതിൽക്കൽ നിൽക്കുന്ന അനുഭവമാണ്. മറ്റൊരു ഉദാഹരണം നമുക്കെടുക്കാം. ഒരുപക്ഷെ യുവദമ്പതികൾ, അവരുടെ കല്യാണം കഴിഞ്ഞു, അധികം നാളുകൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അധികം നാളുകളാവുന്നതിന് മുമ്പ് തന്നെ വിവാഹമോചനത്തിൻ്റെ, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് ചിലപ്പോൾ അവർ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അത് പടിവാതിൽക്കൽ അനുഭവമാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ബന്ധം വേർപിരിയണോ? അങ്ങനെ ഈ പടിവാതിൽക്കൽ നിൽക്കുന്ന അനുഭവമുള്ള ചെറുപ്പക്കാരോട്, ആ ദമ്പതികളോട് നമ്മൾ പറയുന്ന ഓരോ വാക്കിനും വലിയ വിലയുണ്ട്. കാരണം അവർ വളരെ അൺസേർട്ടൺ ആയിട്ടുള്ള, മുന്നോട്ട് പോകണോ അതോ പിന്നോട്ട് പോകണോ എന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന സമയമാണ് പടിവാതിൽക്കൽ അനുഭവം എന്ന് പറയുന്നത്. ആ സമയത്ത്
ഈ രണ്ടുപേരുടെയും മാതാപിതാക്കൾ വളരെ കാഷ്വലായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ വെച്ചുകൊണ്ട് നിനക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നീ തിരികെ പോരെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ബന്ധം വേർപെടുത്താം എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അത് ഈ പടിവാതിൽക്ക് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനായിട്ടുള്ള ഇന്ധനമായിട്ട് മാറുമെന്നുള്ളതാണ്. നേരെ മറിച്ച് രണ്ടുപേരുടെയും മാതാപിതാക്കൾ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് സ്നേഹത്തോടെ പറയുമ്പോൾ, ഈ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന സമയങ്ങളിൽ ഈ രണ്ട് മക്കൾക്കും അത് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട്, വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ ഇന്ധനമായിട്ട് മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഈ ചിന്തയുണ്ടാകണം. എൻ്റെ മുന്നിൽ വരുന്ന ആളുകൾ പലപ്പോഴും അവർ ഈ പടിവാതിൽക്ക് നിൽക്കുന്ന അവസ്ഥയിലുള്ളവരാണ്, ലിമിനൽ സ്റ്റേറ്റിലുള്ളവരാണ്. എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു നോട്ടം, എൻ്റെ ഒരു പ്രവൃത്തി അത് ആ വ്യക്തിയെ നന്മയിലേക്കോ അല്ലെങ്കിൽ തിന്മയിലേക്കോ നയിക്കാനായിട്ട് കാരണമാകും എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ വാക്കുകളെയും നമ്മുടെ പെരുമാറ്റങ്ങളെയും നമ്മുടെ നോട്ടങ്ങളെയും ഒക്കെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.